അപ്പോ ഇന്ന് ഞാൻ അലാറം ഒന്നും വെക്കാൻ തന്നെ അറൌണ്ട് 7 ഒക്കെ ആവുമ്പം എഴുന്നേറ്റിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പൊ അതും ഇന്റർനാഷണൽ. അപ്പൊ ഞാൻ എന്റെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി എടുക്കാൻ വേണ്ടിട്ട്, വിച്ച് മീൻസ് PG എടുക്കാൻ വേണ്ടിട്ട് ഞാൻ UK പോവാണ്. ഐ എം മൂവിങ് അബ്രോഡ്. അപ്പോ എന്താ പറയാ, ഒരു ടാഗ് ഇടാം, ലൈക്ക് എന്റെ ഡ്രീം കം ട്രൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇന്ന് വന്നിട്ട് September 12th, 2024. അപ്പോ എന്റെ ഫ്ലൈറ്റ് വന്നിട്ട് നൈറ്റ് 9:40 അപ്പൊ കോഴിക്കോട് ടു അബുദാബി, അബുദാബി ടു മാഞ്ചസ്റ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഞാൻ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ആൻഡ് എന്താ പറയാ, ഇന്നലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ തന്നെ 2 o'clock ആയിന്. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒറ്റക്കന്നെ എണീറ്റ്, പോകുന്നതിന്റെ ടെൻഷനാണോ വീട് വിട്ട് പോകുന്നതിന്റെ വിഷമാണോ എന്ന് അറിയത്തില്ല. എനിക്ക് ഒട്ടും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലേലും. ബിക്കോസ് ഈ റൂമില് എന്താ പറയാ, പോകുന്നതിന് മുന്നേ എന്റെ ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് ഇഗ്നോർ ദ മെസ്, ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ. കാരണം കുറച്ച് പാക്കിംഗ് കൂടി പെൻഡിങ് ഉണ്ട്. അപ്പോ അതും കൂടി ചെയ്തിട്ട് ഒന്ന് സെറ്റിൽ ആവണം. അപ്പോ എന്താ പറയാ, ലൈക്ക് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ബിക്കോസ് അത് കുറച്ചു പേർക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിവേസ് ഇന്നത്തെ എന്റെ ഒരു ഡേ, അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ലൈക്ക് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പൊ ഇന്നത്തെ പ്ലാൻ വന്നിട്ട് ആക്ച്വലി ഫസ്റ്റ് തന്നെ എനിക്ക് കുറച്ച് എന്റെ ഒരു ക്ലോത്ത്സും അതേപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൽ കാണിക്കേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പ്രോപ്പറായി വെക്കണം. അത് കഴിഞ്ഞാല് ഒന്ന് സെൽഫ് കെയർ ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ. ഇത്ര ദിവസം ഭയങ്കര ബിസി ആയിരുന്നു. കാരണം പേപ്പർ വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെയല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പൊ ബാങ്ക് പേർപ്പസിന്റെ ആയാലും, ലൈക്ക് എന്റെ പേഴ്സണൽ ലൈക്ക് ഇപ്പൊ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടായാലും, പിന്നെ എയർപോർട്ടിൽ കാണിക്കുന്ന ഡോക്യുമെന്റ്സ് ആയാലും, അങ്ങനെ കുറെ തരത്തില് ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട് സെറ്റിൽ ആക്കേണ്ടത്. സോ അതിന്റെ ഒക്കെ പുറകെ ആയിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല. കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടു, പിന്നെ ബാക്കിയുള്ളവർക്ക് മെസ്സേജ് അയച്ചു, വിളിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കണം. ബിക്കോസ് ഇന്ന് പെട്ടെന്ന് തന്നെ പോകും. നമ്മള് ഉച്ചവരെ ഉണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ പോകും. ഇപ്പൊ തന്നെ 7 മണി കഴിഞ്ഞു. അപ്പോ ഞാന് ടൈം കളയാണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് തുടങ്ങട്ടെ ഗൈസ്. അപ്പം ഇന്ന് നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവും ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പൊ വെയിറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്കിപ്പം 40 kg + 7 ആണ്. അപ്പം ഞാൻ ഓൾറെഡി 20 kg ട്രോളിയിൽ ഓൾറെഡി ആഡ് ആക്കി പാക്ക് ചെയ്ത് സെറ്റാക്കി. ആൻഡ് ഇനിയുള്ളത് എനിക്ക് ആകെയുള്ളത് 7 kgയുടെ ഹാൻഡ് ലഗേജ് ആണ്. അപ്പോ അതിലാണ് ഞാൻ ഡ്രസ്സും പിന്നെ എന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. ബാക്കി എല്ലാതും ഞാൻ ട്രോളിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് പെൻഡിങ് ഉള്ളത് ഇതാ എന്റെ ഡ്രസ്. അത് കുറച്ചധികം ഉള്ളതുകൊണ്ടും പിന്നെ കുറച്ച് ഹുഡീസ് ടൈപ്പും, ബിക്കോസ് ആടുത്തെ ക്ലൈമറ്റിന് സ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും 3 or 4 pairs മാത്രമേ എടുക്കുന്നുള്ളൂ. ബിക്കോസ് വെയിറ്റ് നല്ല ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ കുറെ സ്പേസ് അവർ എടുക്കും, ലൈക്ക് ഹുഡീസ് ഒക്കെ ആകുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു വാക്വം പമ്പ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഇതെനിക്ക് കുറച്ച് നല്ലപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു പാക്കിങ്ങിന്റെ സമയത്ത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് ബ്ലാങ്കറ്റ്സും പിന്നെ ബെഡ്ഷീറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ട്രോളിയിൽ കയറ്റി. ബിക്കോസ് അത് കുറച്ച് വെയിറ്റ് ഉള്ളതല്ലേ. അപ്പോ അതൊക്കെ ഞാൻ അതിൽ ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. ഇനിയുള്ളത് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ എന്റെ ഈ ബാഗ് കൂടി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് 11 o'clock ആയി. ഞാനിവിടുന്ന് 2 o'clock ഇറങ്ങണം. ഞാൻ ഫ്രഷപ്പ് ആയിട്ടുള്ള ഒന്നും ആയിട്ടില്ല. ആൻഡ് ഫൈനലി ഞാനിപ്പം ഇത് ഓൾമോസ്റ്റ് 7 point something എടുത്തിട്ടുണ്ട്. അത് ഇതില് കുഴപ്പമുണ്ടാവില്ലാന്ന് തോന്നുന്നു. സോ ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാപ്ടോപ്പ് ബാഗും ഉണ്ട്. സോ ഇതിലാണ് ഞാൻ ലാപ്ടോപ്പും അതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ പിന്നെ എയർപോർട്ടിൽ കാണിക്കുന്ന ഡോക്യുമെന്റ്സ് കൂടി ഈ ബാഗിലായിരിക്കും വെക്കാം. സോ അത് കൂടാണ്ട് പിന്നെ ഞാനൊരു ജസ്റ്റ് ക്രോസ് ബാഗ് കൂടി ഇടുന്നുണ്ട്. ഇതില് ഞാനൊന്നുമില്ല, വൈറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടാവുള്ളൂ. സോ പിന്നെ മെയിൻലി വരുന്നത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഇതാണ് നമ്മുടെ സ്വെറ്റർ. അപ്പം ഇതാണ് സ്വെറ്റർ. സോ ഇനി ഞാനത് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതൊക്കെ ഞാൻ പുറത്ത് ഡേറ്റിൽ വരുന്നത് ഞാൻ പുറത്തിടുന്നതാണ്. സോ ദിസ് ഇസ് മൈ സ്വെറ്റർ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫൈനലി ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷപ്പായി വരാം. സോ അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പാക്കിങ്ങിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള പേരെഴുതി വെക്കുന്ന ചടങ്ങ് എൻ്റെ സ്വന്തം ചേട്ടനും ചേച്ചിയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും പിന്നെ എൻ്റെ സ്വന്തം എൻ്റെ മോളുടെ ഹസ്ബൻഡായിട്ടുള്ള ജാസും എനിക്ക് ചോക്ലേറ്റ്സും മിച്ചു എനിക്ക് വാച്ചും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയി, കൂട്ടത്തിൽ ഇച്ചിരി ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്രയൊക്കെ കരയാണ്ട് പിടിച്ചു നിന്നാലും ഈ ഒരു സമയമാകുമ്പം നമ്മളെ പെട്ടൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പം നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു പോകും. അങ്ങനെ ഞാൻ എൻ്റെ വീടിനോടും എൻ്റെ സ്വന്തം അച്ഛൻ അമ്മ ചേച്ചി ലിയു അമ്മമ്മ കസിൻസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആൻഡ് കുറേ ഇമോഷൻസ് കൂടിക്കലർന്നൊരു സമയം കൂടിയായിരുന്നു. കാരണം സന്തോഷവും സങ്കടവും ഗ്രേറ്റ്ഫുള്ളും പ്രൗഡും ഇച്ചിരി പേടി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഭയങ്കര സ്ട്രോങ്ങർ ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. മേ ബി ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറുന്നോണ്ടായിരിക്കും. പിന്നെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഞാൻ ട്രെയിനിലായിരുന്നു പോയത്. ഞാൻ കോഴിക്കോട് എത്തിയപ്പം എൻ്റെ സ്വന്തം ലീവ് എന്നെ കാണാൻ വേണ്ടി വന്ന് ആൻഡ് അവളെടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ്റെ കൂടെ നേരെ എയർപോർട്ടിലെത്തി. ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം സമയം ലേറ്റ് ആക്കാണ്ട് ഉള്ളിൽ ചെന്ന് എൻ്റെ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഗേറ്റിന് മുന്നിൽ ഇരിക്കുമായിരുന്നു. ആൻഡ് അങ്ങനെ ഫ്ലൈറ്റിന്റെ സമയമായപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് ഞാൻ ഉള്ളിലോട്ടേക്ക് പോവാണ്. ആൻഡ് ഫൈനലി എൻ്റെ കുറേ കാലമായിട്ട് കണ്ടൊരു ഡ്രീം റിയൽ ആവാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെന്റ് എൻ്റെ ഫേസിലുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി സീറ്റ് നമ്പറൊക്കെ നോക്കി ഞാൻ സീറ്റ് കയറി ഇരുന്നു. ആൻഡ് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഗൈസ്. കാരണം ഈ ഒരു സ്റ്റേജ് വരെ എത്താൻ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടുകാരും. കാരണം പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ കുറേ ഓടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ പ്രൗഡ്ലി ഐ ഹാവ് മെയ്ഡ് ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായത്. ആൻഡ് ടേക്ക് ഓഫിൻ്റെ സമയം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. ഞാനിനി എത്രയൊക്കെ ഫ്ലൈറ്റ് കയറിയാലും എൻ്റെ ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അത് ഭയങ്കരമായിട്ടുള്ള പ്രൗഡ് ഫീലിങ്ങും ഞാൻ ലൈഫ് ലോങ് ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കൂടി ആയിരിക്കും. ആൻഡ് എത്തിഹാദ് എയർവേസിൻ്റെ ഫുഡായാലും സർവീസായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അബുദാബി ഇറങ്ങി. അങ്ങനെ അബുദാബി ഇറങ്ങിയപ്പോൾ അവിടുത്തെ സമയം പോലെ ഏതാന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ഫ്ലോയിൽ നടക്കാണ്. ആൻഡ് എൻ്റെ ചേച്ചിയും ചേട്ടനും പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന്. അങ്ങനെ ഈ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ബോർഡിൽ എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കി മാഞ്ചസ്റ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഈ അബുദാബി എയർപോർട്ടിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ ഗൈസ്. ഇത് ഷോപ്പിംഗ് മോളിൽ നില്ലുന്ന ഭയങ്കര ആഡംബരമായിട്ടുള്ളൊരു എയർപോർട്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഗേറ്റ് നമ്പറൊക്കെ ഫോളോ ചെയ്തിട്ട് എൻ്റെ ഇമിഗ്രേഷനിലെത്തി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ബട്ട് കോഴിക്കോടിനെ കമ്പയർ ചെയ്യുമ്പോൾ അബുദാബിയിലെ ഇമിഗ്രേഷൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നേരെ മാഞ്ചസ്റ്ററിലോട്ടേക്ക്. അതായിരുന്നു എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫ്ലൈറ്റ് കുറച്ചുകൂടി വലിയതും പിന്നെ കുറച്ചധികം ഫോറിനേഴ്സും കൂടിയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായത്. ആൻഡ് ഈ ഫ്ലൈറ്റിലാണെങ്കിൽ എനിക്ക് 8 hours ജേർണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫിലിംസും മ്യൂസിക്സ് ഒക്കെ കേട്ടൊന്ന് ചില്ലായിരിക്കാൻ നോക്കിയെങ്കിലും കുറച്ചധികം ഇമോഷണൽ ആയത് എൻ്റെ ഈ സെക്കൻഡ് ഫ്ലൈറ്റിലായിരുന്നു. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഉണ്ടായത്. കാരണം അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടി ആയതുകൊണ്ട്. പക്ഷേ ഇതിൽ കയറിയപ്പം കുറച്ചധികം റിയലൈസേഷൻസ് വരാൻ തുടങ്ങി. കുറച്ചധികം റിയാലിറ്റി എന്നെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് എൻ്റെ വീട് വിട്ട് ഞാൻ കുറേ ദൂരത്താണ് പോകുന്നത്. ഞാനിനി കുറച്ച് കാലം UK-ലായിരിക്കും. എൻ്റെ വീടും വീട്ടുകാരൊക്കെ വിട്ട് ഞാൻ മാറി നിൽക്കാൻ പോവാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്തത് ഈ ഫ്ലൈറ്റിൽ നിന്നായിരുന്നു ഗൈസ്. പിന്നെ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു എൻ്റെ ഹാപ്പിനെസ്സും എൻ്റെ കുറച്ച് പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ്സും. ആൻഡ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആരൊക്കെ പറയുന്ന പോലെ ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി. ആൻഡ് എബവ് ഓൾ ഐ വാസ് ആക്ച്വലി സോ മച്ച് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. വേറെ എന്ത് വേണം? അതുകൊണ്ട് തന്നെ എൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് ബാലൻസ് ആയിപ്പോയി. ആൻഡ് ഫൈനലി ഞാൻ UK-യുടെ മണ്ണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് സേഫ്ലി. സോ ഞാൻ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ ലഗേജൊക്കെ എടുത്ത് നേരെ പുറത്തോട്ടേക്ക് പോയി. കാരണം യൂബർ പിടിച്ചിട്ട് വേണമായിരുന്നു എൻ്റെ റൂമിലോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ ഉണ്ടായത്. സോ എൻ്റെ ലഗേജൊക്കെ എടുത്ത് ഞാൻ നേരെ എക്സിറ്റിലോട്ടേക്ക് ഇറങ്ങുമായിരുന്നു ഗൈസ് ചെയ്തത്. ഗൈസ് ആൻഡ് ഫൈനലി ഞാൻ UK-യിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് സേഫ്ലി. അപ്പോൾ ഞാൻ യൂബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ചെയ്യാം. ഇവിടെ ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 40 minutes ആവുമെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഞാൻ യൂബർ ബുക്ക് ചെയ്യണം. സോ ഓക്കെ Yeah, guys. Welcome, Shara. It was very nice. നോക്കട്ടെ വീട് നോക്കിട്ട് കൊള്ളാല്ലേ?
ഹായ് ഗൈസ്, സോ ഫൈനലി ഞാൻ എൻ്റെ റൂമിലെത്തി. സോ ദിസ് ഈസ് മൈ റൂം. എൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മെസ്സൊക്കെ ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഡ്രസ്സൊക്കെ ഇതിൽ ഹാങ് ചെയ്യണം. സോ ദെൻ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.